പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബീഫ് ചില്ലിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ കയറി കാണണേ. അതുപോലെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഓൺ ആക്കിയിടണേ. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോ ഒക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഉരുളി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചു. അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. അതിന് ശേഷം നമ്മളൊരു 4-5 വെല്ലുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 1/4 കിലോയ്ക്ക് മേലെ ചെറിയുള്ളി കൊച്ചുള്ളി അരിഞ്ഞു വെച്ച് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പാചകം ഏട്ടനാണ് കേട്ടോ. നോൺ വെജ് ഐറ്റംസ് എന്ത് വാങ്ങിയാലും എനിക്ക് പണി കുറവാണ്. എല്ലാ ഏട്ടൻ ചെയ്തോളും. അപ്പം എനിക്കതൊരു ഭയങ്കര സഹായം കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് കുറച്ചധികം ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി, ഒരു 2-3 തക്കാളി അരിഞ്ഞിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ ബീഫ് ഇച്ചിരി മൂപ്പ് കൂടിയ ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വേവേണ്ടതുകൊണ്ട് നമ്മളത് പകുതി കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ശകലം ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബീഫിൻ്റെ വെള്ളവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളുടെ ഈ ബീഫ് ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് ആ ഒരു മസാലയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. ബാക്കി വേവണം. നമ്മൾ പകുതിയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കുക്കറിൽ. അങ്ങനെ അത് മൂടി വെച്ചു. അതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോവാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് ഏട്ടനെ കൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഏട്ടൻ തന്നെ പറയട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനും കഴിച്ചു നോക്കിയായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയി കാണും വരെ ടാറ്റാ.